വെൽക്കം ടു മിന്നൂസ് കെ സ്മൈലി വ്ളോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും ചായയെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാനിപ്പം വന്നതേ ഉള്ളൂ. കുറച്ച് ലേറ്റായിപ്പോയി വീട്ടിൽ വരാൻ. 10:45 എന്തൊരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചാൽ ഞാൻ വിചാരിച്ചു കരുതി എന്നാൽ പിന്നെ ഇത് കുറേ നാളായി ഞാൻ പൂരി കഴിച്ചിട്ടുണ്ട്, എന്നാൽ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാനിങ്ങനെ പൂരിയൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഉറക്കം തൂങ്ങി ചിലപ്പം വീഴും. അപ്പം ഞാൻ എന്നാ ചെയ്തു, പിന്നെ ചോറ് രാത്രി വെച്ചതുണ്ട്, അപ്പോൾ അതും മുട്ടക്കറി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്താണെന്നറിയോ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊരു പുതിയൊരു ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അതെല്ലാവരും നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവാം, പക്ഷേ എനിക്ക് ബെനിഫിറ്റ് ആയത്, എനിക്ക് യൂസ്ഫുൾ ആയതാണ് കേട്ടോ. അപ്പം എന്താണെന്ന് ഞാൻ പറയാം. അപ്പം എന്നാന്ന് വെച്ചാൽ ആദ്യം ഇതുകൊണ്ട് റാഗി പൗഡർ കണ്ടോ നിങ്ങൾ? ഈ റാഗി പൗഡർ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പൊടിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. പൊടിച്ച് കൊണ്ടുവന്നാണ്. ഒത്തിരി ഹാർഡൊന്നുമില്ല കേട്ടോ, നല്ല ഇച്ചിരി സ്മൂത്താണ്. നമ്മളെപ്പോഴും ഫേസ് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഹാർഡ് എടുക്കുക, വെരി സ്മൂത്തായിട്ട് തന്നെ എടുക്കണം. കാരണം എനിക്കറിയാവുന്ന ചില ഡെർമറ്റോളജിസ്റ്റ് എല്ലാം നല്ല സ്ക്രബ് ചെയ്യാനായിട്ട്, ഒത്തിരി സ്ക്രബ് ചെയ്യാൻ അവർ വിടില്ല, സ്കിന്ന് ഡാമേജ് ആവുമെന്ന് പറയാം. അപ്പോൾ ഇത് കുറച്ച് നല്ല സോഫ്റ്റാണ്, അത്ര ഹാർഡൊന്നുമില്ല കേട്ടോ. ഇത് റാഗി പൗഡർ ഒന്ന്. പിന്നെ വേണ്ടത് നമ്മുടെ കേട്. പിന്നെ എന്താ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്താ കാര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇത് വേണം, ബേസൻ എന്ന് പറഞ്ഞാൽ ഗ്രാം ഫ്ലോർ അറിയാലോ, ഇതും കൂടെ മതി. ഇത്ര ഐറ്റം മതി നമുക്ക്. ഓക്കെ. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റാഗി പൗഡറിൻ്റെ ബെനിഫിറ്റൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ കഴിക്കുമ്പോഴത്തേനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയാം. ഇത് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു നല്ലൊരു നമ്മുടെ സ്കിന്ന് നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മുടെ സൺബേണിന് UV പ്രൊട്ടക്ഷനാണ്. പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഏജിങ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഏജൊക്കെ ഒത്തിരി ഉള്ളപ്പോൾ അത് നമ്മളിത് യൂസ് ചെയ്യുന്നതോറും നമുക്ക് ഏജ് ഇങ്ങനെ കുറഞ്ഞ് കാണിക്കും. പിന്നെ നല്ല ഹെൽത്തി സ്കിന്ന് കൊടുക്കാനും ഒക്കെ ഈ റാഗി പൗഡർ ഒത്തിരി നല്ലതാണ് നമ്മുടെ ഫേസിന്. പിന്നെ ഇതെന്താ ചോദിച്ചാൽ, ബേസൻ പൗഡറിൻ്റെ കാര്യം അറിയാം. ഇത് എന്നു ചോദിച്ചാൽ കുറച്ച് ഡ്രൈ സ്കിന്നുള്ളവർക്ക് അത്രയ്ക്ക് സൂട്ടബിൾ അല്ല. വീക്കിലി 2 ടൈംസ് ഒക്കെ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ കേട്ടോ. നല്ല നമുക്ക് സ്കിൻ ഒരു വൈറ്റ്നർ മീൻസ് വൈറ്റ് ആകാനൊക്കെ കുറച്ച് നമുക്ക് യൂസ് ചെയ്തതിന് കുറേ ബെനിഫിറ്റൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, കാരണം അത്ര വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ അറിയാമല്ലോ. പിന്നെ കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക് സർക്കിൾ കുറയാനും, സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആകാനും, ടൈറ്റ്നെസ് ആകാനും, പിന്നെ നമ്മുടെ ഡാർക്ക് മീൻസ് ഡാമേജ് സ്കിന്നൊക്കെ പെട്ടെന്ന് നല്ല സ്കിന്ന് വരാനും, അതേ മീൻസ് നമ്മുടെ റാഗി പൗഡറിലോട്ടൊക്കെ വരാനും നമുക്ക് കേട് യൂസ് ചെയ്യാം. ഞാൻ ക്ലെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മിൽക്കുള്ളവർക്ക് മിൽക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. അറിയോ, റാഗി പൗഡർ ചിലർക്ക് അലർജി ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങളൊരു സ്കിൻ പാച്ച് ചെയ്തിട്ട് മാത്രമേ, സ്കിൻ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ, കയ്യിലോ എവിടെയെങ്കിലും ഒക്കെ. ഓക്കെ. ചിലർക്കത് സൂട്ടാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഓക്കെ. ആദ്യം ഈ കേട് വെച്ചിട്ട് നമുക്ക് ക്ലെൻസിങ് ചെയ്യാം. കാരണം ഞാൻ വന്ന പാടെ ഐലൈനറൊക്കെ കളഞ്ഞു കേട്ടോ, ഒന്നുമില്ല ഫേസിൽ. അപ്പം ഞാൻ ഫസ്റ്റ് നമുക്ക് ക്ലെൻസ് ചെയ്യാം. ഇത് നമ്മൾ ഉള്ളി കഴിക്കുമ്പോഴത്തേക്കുള്ള നമ്മുടെ ബെനിഫിറ്റ് അറിയാലോ. അപ്പോൾ പുറത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലേ. നിങ്ങൾക്കറിയാം, ഇങ്ങനെ റൗണ്ട് സർക്കിളിൽ വേണം ചെയ്യാൻ. നമ്മുടെ മുഖത്തുള്ള എല്ലാ മീൻസ് അഴുക്കും പോകും, സ്കിന്നെല്ലാം നല്ല വൈറ്റ് ആകും, നല്ല ടൈറ്റനിങ് ആകും, ഡാർക്ക് സർക്കിൾ പോകും. ഇങ്ങനെ ഇതൊരു 10 മിനിറ്റ് നല്ലപോലെ നമ്മൾ സ്ക്രബ് ചെയ്യണം കേട്ടോ. നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ക്ലോത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടിഷ്യോ ക്ലോത്തോ അല്ലെങ്കിൽ കോട്ടനോ ഉണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം തന്നെ കണ്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റനിങ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഞാനത് കുറച്ച് റാഗി പൗഡറും കുറച്ച് കേടും കൂടി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടോ, ഈ പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ സ്ക്രബ് ചെയ്യാം കേട്ടോ. നമുക്കിനി മുഖത്തേക്കാം.
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ റാഗിയുടെ ബെനിഫിറ്റ് മുഖത്ത് തേക്ക് എന്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം വെറുതെ ഇങ്ങനെ മീൻസ് മുഖത്താക്കി നോക്കിയേ, ഇട്ട് നോക്കി, നല്ല കളറൊക്കെ വന്നു പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ കണ്ണിൽ ഡാർക്ക് സർക്കിൾ പോകും. നമ്മുടെ ഏജ് മീൻസ് ടൈറ്റായി നിൽക്കും. പിന്നെ ഏജ് ഒന്നും നമുക്ക് സ്കിൻ്റെ ഡാമേജൊക്കെ കുറയ്ക്കും. പിന്നെ സൺലൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഡാർക്ക് സർക്കിൾ പോകും. ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഏജ് ഒന്നും അധികം ഇപ്പം 30 ഇയേഴ്സ് ഉണ്ടെങ്കിൽ 20 ഇയേഴ്സ് കാണിക്കും. ഇല്ല, സത്യമാണ് കേട്ടോ. അതൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് പയ്യെ ഒന്ന് സ്ക്രബ് ചെയ്യാം. ഇത് ഭയങ്കര സ്മൂത്താണ് കേട്ടോ, നോട്ട് ഹാർഡ്. അത്രയ്ക്ക് ഹാർഡ് വേണം, നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവും. പയ്യെ ചെയ്യാവുള്ളേ. ഒരു 10 മിനിറ്റ്സ് ഇങ്ങനെ പയ്യെ സ്ക്രബ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇപ്പം ഞാനൊരു 10 മിനിറ്റ്സ് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ വാഷ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇവിടെ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തുടയ്ക്കാം. ഞാൻ വിചാരിച്ചു വെള്ളം കൊണ്ട് തന്നെ അങ്ങ് കഴുകാലോ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് നമുക്ക് ടിഷ്യൂ ഉപയോഗിക്കാം. നമ്മളിത് ഇടുമ്പോൾ ഒരു കാര്യം മറക്കല്ല കേട്ടോ, കഴുത്തിലോട് ഇടണം കേട്ടോ. ഞാൻ കഴുത്തിലിട്ടിട്ടില്ല, അത് പ്രത്യേകം പറയാൻ ഞാൻ മറന്നുപോയി. ഇനി നമുക്കിങ്ങനെ തുടച്ചെടുക്കാം. ഞാൻ നല്ലപോലെ കഴുകിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. കഴുകിയിട്ടുണ്ടേ. നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. റഫായിട്ട് തുടയ്ക്കരുത് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്കിന്നെല്ലാം ഡാമേജ് ആയി പോകും. ഇപ്പോൾ കണ്ടേ, നല്ല മാറ്റമില്ല കണ്ടോ. എനിക്ക് ഓൾറെഡി ഇവിടെ ഡാർക്ക് സർക്കിൾ ഉണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണേ. ഇത് കണ്ടോ, നല്ല ഇതായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്ക് മാസ്ക് ഇടാം. ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ റാഗിയും പിന്നെ മോരും. അതിനകത്ത് തന്നെ ഞാൻ ഈ ബേസൻ മീൻസ് റൈസ് ഫ്ലോർ ബേസൻ ഫ്ലോർ ആക്കാം. സോറി, റൈസ് ഫ്ലോർ. അതൊരു 1/2 സ്പൂൺ നോക്കിയേ, അത്ര മതി മാസ്കിന്. പിന്നെ കുറച്ചും കൂടെ മോര് ഒഴിക്കാനാന്ന് ചോദിച്ചാൽ അതിപ്പോൾ തികയുന്നില്ല കേട്ടോ, ഇച്ചിരി ഇതായിപ്പോയി. നിങ്ങൾക്ക് എത്ര ഫേസിന് മിക്സ് ചെയ്യാൻ വേണം അത് എത്ര ഇട്ടാൽ മതി കേട്ടോ. ഇന്നൊരു കാര്യം, നിങ്ങൾക്ക് വൈറ്റമിൻ സി വേണമെങ്കിൽ നമ്മുടെ ഫേസിന് ഏറ്റവും ആവശ്യമുള്ള വൈറ്റമിൻ സി, സ്കിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മീൻസ് സ്കിൻ്റെ ഡാമേജ് കുറയ്ക്കാനായിട്ട് ഒരു 1 ഡ്രോപ്പ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ ലെമൺ, കാരണം എനിക്ക് ഡ്രൈ ആവും. എന്നാലും ഒരു 1 ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഞാനൊരു 2 ഡ്രോപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ നല്ല ഇത് കണ്ടോ, കുഴമ്പ് പരുവ ഇത് കണ്ടോ, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തിടുമ്പോൾ കഴുത്തിടണേ. ഞാൻ കഴുത്തിടുന്നില്ല കേട്ടോ ഇപ്പോൾ. ഇപ്പം എല്ലായിടത്തും ആയി. ഇനി ഒരു ഡ്രൈ ആവട്ടെ കേട്ടോ, ഒരു 10 മിനിറ്റ്. ഇപ്പം 10 മിനിറ്റ് ഡ്രൈ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വല്ല പണിയൊക്കെ ഉണ്ടെങ്കിലോ വല്ല പാത്രം കഴുകാനോ അല്ലെങ്കിൽ ചോറ് വെക്കാനായിട്ട് കറി അരിഞ്ഞ് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വരും. ഓക്കെ.
അപ്പോൾ ഇത് കണ്ടോ, ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ 10 മിനിറ്റ് ഇടയിൽ ഞാൻ അടുക്കളയിൽ പോയിട്ടുണ്ടല്ലോ, മുട്ടക്കറി വെച്ചു കേട്ടോ. അതിങ്ങനെ എല്ലാം വഴറ്റി വെച്ച് ഇങ്ങനെ വെന്തോടിരിക്കും. ഒരു 10 മിനിറ്റിൽ പിന്നെയും വേകും. ഇതാണ്. ഇപ്പം ഞാനത് വാഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് ചിരിക്കാൻ വയ്യ, വാഷ് ചെയ്തിട്ട് കാണിക്കാവേ. ഞാൻ വെള്ളം ഇവിടെ തന്നെ കൊണ്ടു വെച്ചിരിക്കുക. ഫസ്റ്റ് കുറച്ച് വെറ്റ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ മസാജ് ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യാം. എനിക്ക് വിശന്നിട്ട് വയ്യ കേട്ടോ. വിശപ്പ് ഞാൻ ഒട്ടും സഹിക്കലാത്ത ആളാണേ. നല്ലപോലെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല സ്മൂത്തായി നല്ല കളർ വന്നില്ലേ. ഞാൻ തുടച്ച് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് തന്നെ തൊടുമ്പോൾ അറിയാം നല്ല സ്മൂത്തായിട്ടുണ്ട്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്ന എൻ്റെ ഫേസും ഇപ്പോഴത്തെ എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടോ. റാഗി പൗഡർ നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ടൈറ്റൻ ചെയ്യാനും സൺലൈറ്റിൻ്റെ പ്രൊട്ടക്ഷനും നമുക്ക് ഏജൊക്കെ നമുക്ക് കവർ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അപ്പം ഞാൻ ഉപയോഗിച്ച ഈ 3 ഇൻഗ്രീഡിയൻസും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുണ്ടോ, ഞാൻ ഇടയിൽ നല്ലപോലെ കൈ കഴിയിട്ടാണ് വന്നതെന്നറിയോ. പച്ചമുളകൊക്കെ അരച്ചതാണ്. അപ്പോൾ പിന്നെ മുഖമൊക്കെ പിന്നെ നീറിൽ എന്ത് ചെയ്യും. അപ്പം നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഇത് കഴുകി വന്നത്. ഓക്കെ, ഇതുണ്ടോ, എനിക്കിഷ്ടമായി. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ, ഈ ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് തന്നെ കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബായ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ചോറുണ്ണം കറിയായി. ഇപ്പോൾ 12 മണി 11 വരെ ആകാറായി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ബായ്. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ബായ്. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണത്, കുറച്ച് അലോവേറ ജെല്ലോ എന്തെങ്കിലും മുഖത്തെടുത്തിട്ട് ഒന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കണം കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, ബൈ.